ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ പെട്രോളിങ്ങിനിടെ കൊക്കയിലേക്ക് വീണ് വീരമൃത്യു വരിച്ച മലപ്പുറം സ്വദേശി സൈനികൻ കെ സജീഷിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. അദ്ദേഹം ഡ്യൂട്ടിക്കിടയിലെ കാൽ തന്നെ താഴ്ചയിലേക്ക് വീണ് മരിച്ചതാണെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. 27 കൊല്ലമായി സജീഷ് പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒതുക്കങ്ങൽ ചെറുകുന്നിലെ വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്. ബഹ്റാം ജില്ലയിലെ സെരി മസ്താൻ മേഖലയിലാണ് വെള്ളിയാഴ്ച അപകടമുണ്ടായത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീരമൃത്യു സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മൃതദേഹം വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. സൈനികൻ കെ സജീഷിൻ്റെ ഒതുക്കങ്ങളെ വീട്ടിലിപ്പോൾ ഗൂഗിൾ കെ വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. ഗൂഗിൾ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ഗൂഗിൾ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരം? നമ്മുടെ ആദരാഞ്ജലികൾ. തീർച്ചയായും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഒരു വാർത്ത തന്നെയാണ് ഇത്. വെള്ളിയാഴ്ചയായിരുന്നു കെ സജീഷിന് വീരമൃത്യു സംഭവിച്ചിട്ടുള്ളത്. ബഹ്റാംഗലയിലെ സേരി മസ്താൻ മേഖലയിൽ പതിവ് പെട്രോളിംഗ് നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. ഉടനെ തന്നെ സൈനിക സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക സൈനിക വിമാനത്തിൽ സജീഷിന്റെ മൃതദേഹം സൈനിക ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് തന്നെ മാറ്റി. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് മൃതദേഹം ഉള്ളത്. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ പരിചയമുള്ള ആളുകളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ഉണ്ടാകും. പൊതുദർശനത്തിനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചെറുകുന്ന് LP സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം നടക്കുക. 8 മണി മുതൽ 9:30 വരെ അവിടെ പൊതുദർശനം നടക്കുമെന്നും പിന്നീട് വീണ്ടും അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ഇവിടെ അന്തിമ കർമ്മങ്ങൾക്ക് ശേഷം ഇവിടെ തന്നെയുള്ള കുടുംബ ശ്മശാനത്തിൽ മൃതദേഹം അടക്കം ചെയ്യും, സംസ്കരിക്കും എന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇദ്ദേഹം 27 വർഷമായിട്ട് സൈനിക സേവനം അനുഷ്ഠിക്കുന്നയാളാണ്. 48-കാരനാണ് കെ സജീഷ്. ഈ പറഞ്ഞ പോലെ ബാരാമുള്ളയിലുള്ള ജമ്മു കാശ്മീരിലെ പൂഞ്ച് മേഖലയിലുള്ള പെട്രോളിങ്ങിനിടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 27 വർഷമായി സേരി മസ്താൻ മേഖലയിൽ ഇദ്ദേഹം ഈ രീതിയിൽ സുബൈദാറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് നാടിനെ ഏക ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം നാട്ടിൽ വരികയും മടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓർമ്മയിലൊക്കെയാണ് കുടുംബാംഗങ്ങൾ ഒക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു, 10 മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം എന്തായാലും നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നേരത്തെ ക്രമീകരിച്ചതുപോലെയുള്ള പൊതുദർശന കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും അതിലേക്കുള്ള നടപടികളൊക്കെ നടക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 മണി മുതൽ ഈ പൊതുദർശനം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ, ബന്ധുക്കൾ, പല നാടുകളിൽ നിന്നുള്ള ആളുകൾ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ, റിട്ടയർ ചെയ്ത ആളുകളൊക്കെ പല ജില്ലകളിലായിട്ടുണ്ട്. അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ നേരത്തെ ക്രമീകരിച്ചതിൽ നിന്നും 1 മണിക്കൂറൊക്കെ വൈകിയാണ് മറ്റു ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. 7 മണി മുതൽ 8:30 വരെ പൊതുദർശനം സ്കൂളിൽ നടക്കും, ചെറുകുന്ന് LP സ്കൂളിൽ നടക്കുമെന്നായിരുന്നു അറിയിച്ചതെങ്കിലും 8 മണിക്ക് ശേഷമേ വീട്ടിൽ നിന്ന് പൊതുദർശനത്തിനായിട്ട് മൃതദേഹം കൊണ്ടുപോകൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം 1.5 മണിക്കൂറോളം സമയം അവിടെ പൊതുദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇദ്ദേഹത്തെ കാണാൻ വീട്ടിലേക്കും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ സ്കൂളിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയത്ത് നടക്കുമോ എന്നറിയില്ല. ആ രീതിയിൽ ചടങ്ങുകളൊക്കെ നടക്കണമെന്നൊരു തീരുമാനമാണ് കുടുംബാംഗങ്ങളും സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും മൃതദേഹം വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. വീട്ടിലേക്ക് അവിടെയായിരിക്കും പിന്നെ അന്തിമ കർമ്മങ്ങളൊക്കെ, സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുശേഷം കുടുംബ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. നവംബർ 27-നായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. 27 വർഷത്തെ സൈനിക സേവനം, സുദീർഘമായിട്ടുള്ള സൈനിക സേവനമുള്ള വ്യക്തിയാണ് സജീഷ്. മലപ്പുറം ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശിയാണ്. 48 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.